പോകുന്നത് നമ്മൾ കുറച്ച് മുൻപ് തന്നെ സംസാരിച്ച വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഒരു കുടുംബത്തിലെ 4 പേർ ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. തൃശ്ശൂരിൽ നിന്നായിരുന്നു ആ വാർത്ത വന്നത്. തൃശ്ശൂർ കുന്നംകുളത്ത് കൂട്ടത്തോടെ ജീവനൊടുക്കാൻ ഒരു കുടുംബം ശ്രമിച്ചു. പിതാവും മകളും ഇതിൽ മരണപ്പെട്ടു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് പഴഞ്ഞി സ്വദേശിയായ സിബിയും കുടുംബവും ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേർന്നു. ലെവിനെ, ഈ സാമ്പത്തിക പ്രശ്നമാണ് ഈ ഒരു കുടുംബത്തെ ഒന്നാകെ മരിച്ചു കളഞ്ഞേക്കാം എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രാഥമിക വിവരങ്ങൾക്കപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ചികിത്സയിലുള്ള അമ്മയുടെയും മകന്റെയും ആരോഗ്യനില എങ്ങനെയാണ്? പ്രശ്നങ്ങളെ തുടർന്നാണ് കുടുംബം കൂട്ടമായി ജീവനൊടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് തന്നെയാണ് സൂചന. ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുടുംബനാഥൻ സിബി ദിവസങ്ങൾക്ക് മുൻപ് ജോലി നഷ്ടമായി നാട്ടിലെത്തിയിരുന്നു. ഇതേ തുടർന്ന് കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളടക്കം പോലീസിനോട് ഇതിനോടകം ധരിപ്പിച്ചിരിക്കുന്ന കാര്യം. ഈ കുന്നംകുളം പഴഞ്ഞി അരുവായി MD കോളേജിന് സമീപത്താണ് ഈ മാടക്കപ്പറമ്പിൽ എന്നുള്ള വീട്ടിൽ ഇവർ 4 അംഗ കുടുംബം താമസിച്ചിരുന്നത്. 50 വയസ്സുകാരനായ ഗൃഹനാഥൻ സിബി, മകൾ അലീന, ഭാര്യ വീന, മകൻ ആദിത്യൻ 18ഉം 17ഉം വയസ്സുള്ള മക്കളാണ്. ഇങ്ങനെ 4 അംഗ കുടുംബമാണ് താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് 5:45 ഫോൺ വരികയായിരുന്നു. ഈ കുടുംബത്തിലെ മകനായിട്ടുള്ള ആദിത്യനാണ് ഫോൺ വിളിച്ചത്. ഇങ്ങനെ കൂട്ടമായി ജീവനൊടുക്കാൻ ശ്രമിച്ചു, പലരും ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറഞ്ഞാണ് മകൻ പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് ഫയർഫോഴ്സുമായി ചേർന്ന് ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് സിബി ഗൃഹനാഥനെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. മൃതദേഹം പുറത്തെടുത്തു. മകൾ അലീന ഫാനിൽ കുരുക്കിട്ട് ജീവനൊടുക്കാൻ ശ്രമിക്കുകയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. അലീനയ്ക്ക് 19 വയസ്സാണ്. പോലീസ് ഇവരുടെ ബോഡിയും പുറത്തെടുക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവശനിലയിലാണ് സിബിയുടെ ഭാര്യ വീണയെ കണ്ടെത്തുന്നത്. കൈഞ്ഞരമ്പ് മുറിക്കുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആദിത്യൻ വിഷം ഉള്ളിൽ ചെന്ന അവശനിലയിലാണ്. ഇങ്ങനെ 4 പേരെയും വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്കും പരിക്കേറ്റ 2 പേരെ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലായ 2 ആളുകളെ, വീണയെയും മകൻ ആദിത്യനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വിശദമായി തന്നെ അന്വേഷണം നടത്തുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ആശുപത്രിയിലുള്ള ആളുകളും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ആത്മഹത്യക്ക് അല്ലെങ്കിൽ ജീവനെടുക്കുന്നതിന് കാരണമായത് എന്നുള്ളതാണ് സൂചന. സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ചികിത്സയിലുള്ള ആളുകൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നുമാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. സേതു. ഓക്കെ ലെവിൻ, ശരി. വളരെ